ഹലോ, വെൽക്കം ടു ടോക്ക് സീരീസ് വിത്ത് ലെവിറ്റേറ്റ് ഫാം. ഞാൻ അനഘ ജഗദീഷ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലെവിറ്റേറ്റ് ഫാമിൻ്റെ കൂടെ ആക്ച്വലി വർക്ക്ഷോപ്സിലൂടെ തുടങ്ങിയതാണ് ഇവർ. ആൻഡ് ഇറ്റ്സ് ടീം ത്രയംബക. എല്ലാവരും ഇവിടെ ഉണ്ട്. ഹലോ, ഒരു 4 പേരുടെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സൈഡിൽ നിന്ന് പരിചയപ്പെട്ട് തുടങ്ങാം. ഞാൻ അശ്വതി, ഞാൻ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ സെൽഫ് എംപ്ലോയിഡ്. എന്റെ പേര് ആദിത്യ, ഞാൻ വർക്ക് ചെയ്യുവാണ്. ത്രയംബകരായിട്ട് ടീമായിട്ട് 2 years ആയി. ഞാൻ ആരതി വേണുഗോപാൽ, ഞാനും വർക്ക് ചെയ്യാണ്. ഞാൻ ആരതി ലവീസ, വർക്ക് ചെയ്യുവാണ്, റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഓബ്വിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഹൗ ഡിഡ് ത്രയംബക കം ടു ഫോം? ലൈക്ക് എങ്ങനെയായിരുന്നു നിങ്ങളത് ഫോം ചെയ്തത്? ത്രയംബക എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾ റീൽസ് എല്ലാം ചെയ്ത് ഫ്രണ്ട്സായി. ലൈക്ക് ഐ തോട്ട് എല്ലാവരും ഡാൻസിൽ ഇൻട്രസ്റ്റഡ് ആണ്, എവ്രി വൺസ് പാഷനേറ്റ്. അപ്പോൾ ഐ തോട്ട് ലൈക്ക് എല്ലാവരും ഒരുമിച്ച് വൈ കാൻ ബി ഫോം എ ഗ്രൂപ്പ്. സോ നമുക്ക് ഇവൻറ്റ്സ് പോകാം, പ്രോഗ്രാംസ് ചെയ്യാം. സോ നമ്മളെല്ലാവരും ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ലൈക്ക് നമ്മളൊരു ലൈക്ക് വി കെയിം ടു എ നെയിം ത്രയംബക. ആൻഡ് അങ്ങനെ നമ്മളൊരു ടീം ഫോം ചെയ്തു. ത്രയംബക എന്ന് പറഞ്ഞ നെയിം എനിക്ക് തോന്നുന്നു ചോദിച്ചോണ്ട് മനസ്സിൽ കുറച്ച് നാളായിട്ടും. ആരുടെയാണ് മനസ്സിൽ? അതൊന്നും ഒരു കുഴപ്പമില്ല, ചൂണ്ടിക്കാണിച്ചാൽ മതി ആരെ കുറിച്ചാ പറയുന്നതെന്ന്. ആരതിയുടെ മനസ്സിൽ പണ്ടിട്ടുള്ളൊരു നെയിം ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെയാണ് അല്ലേ? എനിക്കും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വേറെ കുറെ നെയിംസ് ഒക്കെ സജസ്റ്റ് ചെയ്തു, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അപ്പൊ ലാസ്റ്റ് ത്രയംബക തന്നെയാണ് എല്ലാരും വേറെ കുറെ പേര് പറഞ്ഞെങ്കിലും അത് തന്നെയായിരുന്നു എല്ലാവർക്കും. Nice. സ്റ്റാർട്ട് ചെയ്തു. ചോട്ടോൺ ആദ്യം ത്രയംബകനെ കുറിച്ച് ഇനിഷ്യേറ്റീവ് എടുത്ത് ഫോം ചെയ്ത് എല്ലാരോടെയും കൺവേ ചെയ്തത്. അപ്പൊ നമ്മളെല്ലാരും പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ്. നിങ്ങൾ ജസ്റ്റ് ഇവന്റ്സും പ്രോഗ്രാംസും മാത്രമാണോ, അത് ക്ലാസ്സസ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ക്ലാസ്സസ് ആയിട്ട് നമ്മൾ ഇതുവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബട്ട് വി ആർ റിയലി ഇൻ ടു ഇറ്റ്. ഇവന്റ്സ് ചെയ്യുന്നുണ്ട്, പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. നമ്മൾ ജോയിൻ ചെയ്യാനായാലും എല്ലാവരും കുറച്ച് പേരുണ്ട്. ത്രയംബകയിലേക്ക് ജോയിൻ ചെയ്യാനും നമ്മുടെ കൂടെ ഇവന്റ്സ് ചെയ്യാനും കുറച്ച് പേര് ഇൻട്രസ്റ്റഡ് ആണ്. ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്, നിങ്ങളെല്ലാവരും വേറെ സ്ഥലത്താണ് ഇവിടെ ആണെങ്കിലും. അപ്പോൾ എങ്ങനെയാണ് ലൈക്ക് ഡു യു ഗൈസ് ഹാവ് ലൈക്ക് റെഗുലർ പ്രാക്ടീസസ് ഇങ്ങനെ മീറ്റ് ചെയ്യാനും ഒക്കെ? എങ്ങനെയാണ് നിങ്ങളുടെ വർക്ക് അസൈഡ്, ഹൗ ഡു യു ഫൈൻഡ് ടൈം ഫോർ ദാറ്റ്? ജോലിയുടെ ഇത് വെച്ചിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ക്ലാഷസ് വരാറുണ്ട് ടൈമിങ്ങിൽ. മനസ്സിലാക്കാണല്ലോ ഈ പരിപാടിയിൽ അങ്ങനെ. അപ്പൊ കിട്ടുന്ന പ്രോഗ്രാം അടുപ്പിച്ചായിരിക്കും എപ്പോഴും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ടൈം അതിന് വേണ്ടി ആഫ്റ്റർ വർക്ക് പക്ഷെ മേക്ക് ഷുവർ ചെയ്യും എല്ലാം ഇവന്റിന് മുൻപ് ഫൈനലൈസ് ചെയ്തിരിക്കും. നോ മാറ്റർ നമ്മളിപ്പോ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാരും രാത്രിയാണെങ്കിലും ഒത്തിരി ലേറ്റ് ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ട് ഇവന്റിൽ കയറാറുള്ളൂ. നല്ല കുട്ടികളാണ്. ലൈക്ക് അത് വലിയൊരു ചലഞ്ചാണ്. കാരണം എല്ലാരെയും കൊണ്ടുവരിക എന്നുള്ളത്. കാരണം ഇവിടെ എല്ലാവരും കമ്മിറ്റഡ് ആണ് പല കാര്യങ്ങളോടും, എല്ലാവർക്കും ഫാമിലി ഉണ്ട്. ഇതെല്ലാം വിട്ടിട്ട് ഒരു ടൈം കിട്ടണം എന്ന് പറയുന്നത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർ എന്തോരം പാഷനേറ്റ് ആണ്, എന്തോരം ലൈക്ക് പഠിക്കണം എന്ന് എഫേർട്ട് ഇടാനും പഠിക്കണം എന്നും ആഗ്രഹിക്കുന്നവരാണെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ ഏത് ഡാൻസ് ഫോമിലാണ് ട്രെയിൻഡ് ആയിട്ടുള്ളത്? എല്ലാവരും ഓക്കെ, എല്ലാവരും ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആണ്. എല്ലാരും ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്, പക്ഷെ എല്ലാരും എല്ലാ ഫോം കളിക്കുന്ന. ഓക്കെ, ബേസിക്കലി പഠിച്ചു വന്നത് ക്ലാസിക്കലായിരുന്നു. അതുപോലെ ഇപ്പൊ നമ്മൾ ഇവന്റ്സ് ചെയ്യാനായാലും എപ്പോഴും നമുക്ക് ക്ലാസിക്കല് ചെയ്യാൻ പറ്റില്ല. ക്രൗഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും കുറവ് ചെയ്യാം. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മള് കുറവ് ചെയ്ത് ബോളിവുഡ് സ്റ്റൈലായാലും എന്തെങ്കിലുമൊക്കെ കണ്ടംപററി സ്റ്റൈലൊക്കെ ഇൻകൾക്കേറ്റ് ചെയ്ത് ചെയ്യും. ഓക്കെ, ഇപ്പോഴും ട്രെയിനിങ് ഉണ്ടോ ക്ലാസിക്കലിന്റെ? അതായത് സ്റ്റഡിങ് ക്ലാസിക്കൽ നമ്മള് പഠിക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. വെറ്ററൻ ഡാൻസേഴ്സ് ആണ് അവരെല്ലാവരും. ദാറ്റ്സ് നൈസ്. കാരണം ഞാനൊക്കെ തുടങ്ങിയായിരുന്നു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിർത്തി. അതെ പറ്റി. അപ്പോൾ ആരാണ് ലൈക്ക് നിങ്ങൾ കൊറിയോഗ്രാഫി ചെയ്യുന്ന ലൈക്ക് ഒരു സോൾ കൊറിയോഗ്രാഫർ ഉണ്ടോ നിങ്ങൾക്ക്? അതോ എല്ലാവരും കൂടെ ഒരുമിച്ചാണോ ഒരു പ്രോഗ്രാം വരുമ്പോൾ നിങ്ങൾ ഡാൻസ് ഒക്കെ സെറ്റ് ആക്കുന്നത്? മെയിൻ കൊറിയോഗ്രാഫർ ആദ്യം. ഹലോ, പിന്നെ എല്ലാവരും കൊടുക്കാറുണ്ട്. പക്ഷെ മെയിൻലി
മോസ്റ്റ്ലി ചെയ്യുന്നത് ചോട്ടു. ഐ മീൻ ചോട്ടു മീൻസ് ആരതി, ഇത് ചോട്ടു, ഇത് മോട്ടു. ഹലോ, എങ്ങനെയാണ് ലൈക്ക് ചോട്ടു മോട്ടു ഒക്കെ രണ്ടുപേരുടെ പേര് ഒന്നാണ്? അവര് തമ്മിൽ അവര് തന്നെ ഇട്ടതാ നമ്മളിങ്ങനെ തോന്നുന്നു. അല്ല നമ്മള് വിളിക്കുമ്പോ ഒരേപോലെ നമ്മള് തിരിഞ്ഞു നോക്കും. ഇപ്പൊ പുറകിന്ന് ആരതി വിളിക്കണം, നമ്മൾ രണ്ടുപേരും തിരിഞ്ഞു നോക്കും. അപ്പൊ നമ്മള് ഉദ്ദേശിക്കുന്ന ആള് വേറെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓർത്ത് നോക്കി എന്നും പിന്നെ ചോട്ടു കൂട്ടു ആക്കാം. നിങ്ങൾ വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ വിളിക്കാൻ പറയണം. ഇനി മുതല് ട്രൈ ചെയ്യാം. അതും സെയിം നെയിം ആണോ? അല്ല അല്ല, മോട്ടു മാളു അല്ല. അതൊക്കെ ആരായിരുന്നു? ആദ്യം എനിക്ക് ആദിന്ന് വിളിക്കും. ആദിന്നാണ് അങ്കു, 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 ചക്കു, അച്ചു, അച്ചു, അശ്വതി അച്ചു. അതെ. എല്ലാവരും കാത്തിരിക്കുന്ന അശ്വതി അച്ചു അതാണല്ലേ. അപ്പൊ നിങ്ങളുടെ ലാസ്റ്റ് ചെയ്ത പ്രോഗ്രാം, ആക്ച്വലി അത് ചോദിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു ത്രയംബകയുടെ ഫസ്റ്റ് പ്രോഗ്രാം? ത്രയംബകയുടെ ഫസ്റ്റ് പ്രോഗ്രാം ഒരു ക്രിസ്മസ് ഇവന്റ് ആയിരുന്നു. ഓക്കെ. ക്രിസ്മസ് ഇവന്റ് എന്ന് പറയുമ്പോൾ 2023 സ്കാർബോയിൽ വെച്ചിട്ട് മറ്റേ 7 സ്റ്റാർസ് പരിപാടി ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. ലൈക് ത്രയംബക ഫോം ചെയ്ത് 4 പേരായിട്ട് ചെയ്യണത് അവിടെയായിരുന്നു. That was quite ആദ്യത്തേക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു അതെന്താണ്? അത് സ്റ്റേജിൽ കളിച്ചോണ്ട് നിന്നത്തേക്ക് ഭയങ്കര ഫോഴ്സ്ഫുള്ളി എല്ലാവരും ഭയങ്കര ഗ്രേസ് ആയിട്ട് കളിക്കുക. കുറെ നാൾക്ക് ശേഷം നമ്മള് കണ്ടക്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു, പ്രോഗ്രാം ആയിരുന്നു. We wanted to give our best എന്നുള്ള രീതിയിൽ. അങ്ങനെ അതും ബോളിവുഡില് നല്ല ചില്ല് ചെയ്ത് കളിക്കുമായിരുന്നു. ക്രൗഡും അങ്ങനത്തെ ആയിരുന്നു. കളിച്ചോണ്ട് നിൽക്കുന്നതിൽ എന്തോ മിസ്സിങ്. നോക്കിയപ്പോ എന്റെ പാവട ഒരു അതുകൊണ്ട് ഞാൻ ഓടി. ഏറ്റവും വലിയ തമാശ അറിയുന്നില്ല. രണ്ടുപേരുണ്ടായി. ബാക്കിൽ ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അപ്പൊ നോക്കിയപ്പോഴത്തേനും എന്റെ കൂടെയുള്ള പാർട്ട്ണറിനെ കാണാനില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ഓക്കെ പാവാട ഊരിപ്പോയി, എനിക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഐ വാസ് ലൈക്ക്, അപ്പോഴത്തേനും ആള് പോയി, പാവാടൊക്കെ പിടിച്ച് ഡാൻസ് കളിക്കുന്ന രീതിയിൽ അങ്ങ് പോയി. ദാറ്റ്സ് വാട്ട് ഐ ആക്ച്വലി ലൈക്ഡ് അബൌട്ട് ഹർ. കാരണം ആ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സ്റ്റേജിൽ കളിക്കുമ്പോൾ. അത് പോയി കുത്തിയിട്ട് തിരിച്ചു വന്നു. എങ്ങനെ കുത്തിയെന്ന് പോലും ആൾക്ക് അറിയില്ല എന്നും പറഞ്ഞു. എന്തോ കാണിച്ചു, തിരിച്ചു വന്നു, ആൻഡ് ഷീ കണ്ടിന്യൂ. പിന്നെ രണ്ടാമത് ഊരിപ്പോയി. അത് വേറെ പ്രോഗ്രാം. സ്റ്റെപ്പ് മറക്കുമ്പോ പാവാടയാണല്ലോ ഒരു പോകുന്നത്. റീസെന്റ് ചെയ്ത പ്രോഗ്രാം ഏതായിരുന്നു? റീസെന്റ് ചെയ്തത് കഴിഞ്ഞ വർഷമായിരുന്നു. നമ്മൾ ആക്ച്വലി 2025 സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ എല്ലാവരും നാട്ടിലും കേട്ട് 2025 അങ്ങനെ പോയി. ഇതുവരെ നമ്മൾ അങ്ങനെ പ്രോഗ്രാം ചെയ്തിട്ടില്ല. 2024 ലാസ്റ്റ് ആയിട്ട് ചെയ്തത്. അത് ടേസ്റ്റ് ഓഫ് ഇന്ത്യ, ടേസ്റ്റ് ഓഫ് ഏഷ്യ, സലാം എന്ന് പറയുന്നൊരു വലിയ ഇവന്റ്. നമ്മൾ അത് സമ്പ്രദായ കണ്ടക്ട് ചെയ്ത ഒരു വലിയൊരു പ്രൊഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അതില് നമ്മള് പെർഫോം ചെയ്തിട്ടുണ്ടായി ത്രയംബകാന്ന്. അപ്പോൾ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ ലെവിറ്റേറ്റിന്റെ മഹാ ഓണം ഇസ് കമ്മിങ് ഓൺ September 7th. അറിഞ്ഞതാണെന്ന് വിശ്വസിക്കുന്നു, സോറി. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ മഹാ ഓണത്തിന് പെർഫോം ചെയ്യുന്നുണ്ടോ? അതിനൊരു പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോ? നമ്മൾ ഓൾറെഡി എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. കാര്യം ലാസ്റ്റ് ടൈം നമ്മളെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ഓൾറെഡി കുറച്ച് ഇവന്റ്സ് കമ്മിറ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് അതിന് പോകാൻ പറ്റില്ല, നമുക്ക് അത് മിസ്സായി പോയി. സോ അതുകൊണ്ട് നമ്മൾ ദിസ് ടൈം എന്തായാലും നമ്മൾ എന്തായാലും ഉണ്ടായിരിക്കും. നമ്മൾ ഓൾറെഡി കണ്ടപ്പോ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആണ്. ഇത്തവണ എന്തായാലും ചെയ്യണം. അത്രയും വലിയൊരു ഹ്യൂജ് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ അടിപൊളി. അത് ആക്ച്വലി അതൊരു ഹിസ്റ്ററി തന്നെ ഉണ്ടാക്കിയല്ലോ. കാനഡയിൽ ഇത്രയും മലയാളികൾ എല്ലാരും കൂടെ ഭയങ്കര അത് ഒരു ഐ മീൻ എന്ത് പറയണമെന്നറിയില്ല, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. നമ്മൾ സാധാരണ അസോസിയേഷന്റെ പരിപാടിക്കൊക്കെ പോയി ഉള്ള ഒരു പരിചയം മാത്രമാണ്. പെട്ടെന്ന് ഡൗൺ ടൗണിലേക്ക് വന്ന് ഭയങ്കര ഈവൻ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഫ്ലാഷ് മോബ് എല്ലായിടത്തും നോക്കുമ്പോഴും ലെവിറ്റേറ്റ് ആയിരുന്നു ആ സമയത്ത്. മഹാ ഓണം ലെവിറ്റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും ലൈക്ക് ആ ഒരു എന്താ വൈബ് ഭയങ്കര അപ്പൊ തന്നെ നമുക്ക് പെർഫോം ചെയ്യാനും. യൂഷ്വലി കാണുന്ന പെർഫോമൻസ് പോലെ അല്ലായിരുന്നല്ലോ. എന്ന് വെച്ചാൽ എല്ലാരും സെപ്പറേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, പ്രോഗ്രാമിന് വരുന്നു, പെർഫോം ചെയ്യുന്നു. അങ്ങനെ
ഒരു പാറ്റേൺ അല്ലായിരുന്നല്ലോ. അതിന് മുന്നേ ആയാലും എല്ലാരും കൂടെ ചേർന്ന് പ്രാക്ടീസ് ചെയ്യുക, ഫ്ലാഷ് മോബിന് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഒരു ഓണത്തിന്റെ ഫീലിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടും എന്ന് വീഡിയോസ് കണ്ടപ്പോ തോന്നി. നമ്മള് നമ്മുടെ ഗ്രൂപ്പ് മാത്രമായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ഇവന്റിന്റെ സമയത്ത് നമ്മൾ വന്ന ആ ഇവന്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് പറഞ്ഞ പോലെ ലൈക്ക് ആ ലാസ്റ്റ് 1 month ബിഫോർ ദ പ്രോഗ്രാം തൊട്ട് തന്നെ എല്ലാവരും ഒരുമിച്ചാ. ഞാൻ എവിടെ കണ്ടാലും ലെവിറ്റേറ്റിന്റെ ആൾക്കാരായിരുന്നു. ലൈക്ക് ഫുൾ ഓൺ ഫ്രം മോർണിംഗ് തൊട്ട് രാത്രി വരെ എല്ലാരും ഒരുമിച്ചുണ്ട്. എല്ലാം ആ ഒരു വൈബ് ഭയങ്കര മിസ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ലാസ്റ്റ് അതെ, എന്റെ മെയിൻ വൈബ് തന്നെയാണ്. അതിൽ നമ്മൾ ഇത്ര ചില്ലായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ലൈക്ക് വെരി കോൺസ്റ്റന്റ് വിത്ത് യുവർ റീൽസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവർക്കും കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അവരുടെ ഫാമിലി ആയാലും അതേപോലെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കുറെ പേര് നാട്ടിൽ പോയി വന്നു. അപ്പൊ ഇതെല്ലാം വന്നിട്ട് ഇപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മള് ഭയങ്കര കുറെ നാൾ നിന്ന് കൊറിയോ ചെയ്ത് എടുത്ത ഒരു പീസ് ഉണ്ട്. ഈ ക്ലാസിക്കൽ പീസാണ്. അപ്പൊ അത് ആക്ച്വലി ഞങ്ങൾക്ക് അത് എല്ലാവരുടെയും ഫ്രണ്ടിലൊന്ന് കൊണ്ടുവരണം. അത് നമ്മളൊരു പ്രോഗ്രാമിന് മാത്രം ചെയ്തതായിരുന്നു. അപ്പോൾ ഇവർ ലൈക്ക് നമ്മൾ എന്തായാലും ഷൂട്ട് ചെയ്ത് വി ഷുഡ് ജസ്റ്റ് ലെറ്റ് പീപ്പിൾ നോ ലൈക്ക് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തൊരു പീസാണ്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും പറ്റുന്ന പോലെ ഒത്തുകൂടുണ്ട്. ആൻഡ് റീൽസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും നമുക്ക് നിന്ന് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടാറില്ല. മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് വന്നുകൂടാനും. പിന്നെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ഇവന്റ്സ് വരികയാണെങ്കിൽ നമ്മൾ കൂടുതൽ അതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാറ്. അതർ ദാൻ റീൽസ് ഇത് പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ എടുക്കാറുമുണ്ട്. അടിപൊളി. ഞാൻ ആക്ച്വലി ഒന്ന് ചകഞ്ഞ് നോക്കിയായിരുന്നു നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അങ്ങനെ എനിക്ക് മനസ്സിലായത് അടിപൊളിയാണ്. അപ്പൊ ഇങ്ങനെ കുഴപ്പമില്ല, ഇരുന്നോട്ടെ. ഇപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാ ഡാൻസ് ഇപ്പൊ എനിക്ക് ഒരെണ്ണമുണ്ട്, ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ തുടങ്ങി. അപ്പൊ ഞങ്ങളുടെയൊക്കെ സെയിം ഇഷ്യൂ തന്നെയാണ്. എല്ലാവർക്കും ഒത്തുകൂടി ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നിങ്ങളുടേത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ലൈക്ക് ഇറ്റ്സ് വെരി നൈസ്. ഒരു യുണീക്നെസ് ഉണ്ട്, ഒരു എന്താ പറയുക, ഭയങ്കര ഗ്രേസ്ഫുൾ ആൻഡ് എലിഗന്റ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ മിസ്സാവുമ്പോൾ ഐ വാസ് ആക്ച്വലി വണ്ടറിങ് പിന്നെ എനിക്ക് ഓബ്വിയസ്ലി ഇങ്ങനത്തെ ഒരു കാര്യം തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഒരു ഇഷ്യൂ. ഇത് തന്നെയാണ് പല സ്ഥലത്ത്. പിന്നെ നമുക്ക് വർക്ക് ടൈമിങ്സ് ഡിഫറെന്റ് ആണ്. എല്ലാം കൂടെ ആവുമ്പോൾ സമയം ഫുൾ ഓഫ് പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു റീൽ എന്ന് പറഞ്ഞു പോകാനായിട്ട് മാക്സിമം നമ്മൾ ടൈം കണ്ടുപിടിക്കാറുണ്ട്. പക്ഷെ എന്നാലും അത് പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. കിട്ടുന്ന സമയത്ത് നമ്മൾ റീലിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത നമ്മുടെ ഇവന്റ് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതലും നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്ന ഡാൻസിനാണ് കൂടുതൽ. എല്ലാരും 9 to 5 ജോബ്, 9 to 5, 9 to 6 ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാരും പ്രാക്ടീസ് സ്ഥലത്ത് എത്തുമ്പോ തന്നെ ഒരു 7, 6:37 ആവും. പിന്നെ നമ്മളത് മാക്സിമം ഒരു 10:30 വരെ നമുക്ക് മാക്സിമം പോകാൻ പറ്റും. ഐ മീൻ പ്രോഗ്രാംസിന്റെ തലേന്നല്ല ഞാൻ പറയണേ, അല്ലാതെ ഒരു ഇത് വരെ. അപ്പം 7:30 വരെ നമ്മൾ റീലിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഇതിൽ പോകും. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ആ സമയം നമ്മൾ പ്രാക്ടീസിന് തന്നെയാണ് കൊടുക്കാറ്. എനിക്ക് ഓരോരുത്തരാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത്, ഗ്രൂപ്പ് അല്ല. ചോദ്യം ഇതാണ്, ഒരു സോങ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് സോങ് ആയിക്കോട്ടെ, ഏത് സോങ്ങിനായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൊറിയോഗ്രാഫി ചെയ്യാൻ താല്പര്യം? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെ താല്പര്യം. അപ്പം എന്നാലും ആലോചിച്ചെടുത്തോളൂ. എന്നാ ഇവിടെ ചോദിച്ചിട്ട് വന്നിട്ട് ആയിക്കോട്ടെ, അടുത്ത ആള് പറയൂ. എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ആരെങ്കിലൊക്കെ പറയും. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ, പറഞ്ഞിട്ട് പോയാ മതി. അല്ല, എനിക്ക് സെമി ക്ലാസിക്കൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ എന്നുള്ള സോങ് വരുമ്പോഴാണ് ഞാൻ അതിൽ കൂടുതൽ ട്രെയിൻഡ് ആയതുകൊണ്ട് എനിക്കാണ് കൂടുതൽ കംഫർട്ടബിൾ. അപ്പം അങ്ങനെയുള്ള സോങ് ആണ് കേട്ടാൽ എനിക്ക് ഓക്കെ, എനിക്ക് തനിയെ വരും ഉള്ളെന്ന്. അങ്ങനെ ഇപ്പൊ സോങ് പറയണോ? പ്ലീസ്. ഓ, ഞാനിപ്പം 2 ദിവസം മുന്നേ ചോട്ടൂനൊരു പാട്ട് അയച്ചു കൊടുത്തായിരുന്നു. വേണമെങ്കിൽ ഞാൻ അത് പറഞ്ഞോളൂ. അത് മറ്റേ ഈറൻ മേഘം ഇല്ലേ, അതൊന്ന് പാടിക്കൊടുക്കും. ഓക്കെ, ഞാനിപ്പോ വണ്ടിയിൽ കേട്ടേ ഉള്ളൂ. അപ്പൊ ആ സോങ്ങിന്റെ ഒരു പോർഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ചെയ്താൽ കൊള്ളാം. അപ്പൊ മേ ബി അത് അവിടെ ഞാനും ഈ പറഞ്ഞ പോലെ ക്ലാസിക്കലിൽ എല്ലാവരും ക്ലാസിക്കൽ ഡാൻസേഴ്സ്. ക്ലാസിക്കൽ പാട്ട് കേൾക്കുമ്പോ വിൽ ഗെറ്റ് ഇറ്റ് ഇങ്ങനെ. പക്ഷെ ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ബോളിവുഡ് ആയാലും
വേറെ ഏതെങ്കിലും സ്റ്റൈലായാലും ബോളിവുഡ് കണ്ടംപററി എന്നേ ഞാൻ പറയുള്ളൂ. ലൈക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇൻപുട്ട് ഇട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്രീ സ്റ്റൈലൊന്നും അങ്ങനെ പെട്ടെന്ന് വരില്ല. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു 2 സ്റ്റൈൽസ് ആണ്. അപ്പോൾ അതും ഇങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്താൽ കിട്ടുന്ന കാര്യമുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് പ്രാക്ടീസിന് കഥ പറഞ്ഞിട്ട് പാട്ട് പറയുള്ളൂ ഞാൻ. അത് മതി. എനിക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമാണ്. പറഞ്ഞോളൂ. അങ്ങനെ നമ്മള് എല്ലാരും നിന്ന് കുറേ ചെയ്ത് എല്ലാം സെറ്റ് ആക്കാറുണ്ട്. പാട്ടെന്ന് പറയുമ്പോൾ റീസെന്റ് എന്താ പറയാ, കഥ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായി അത് കിട്ടിയില്ല. അത് എപ്പോഴെങ്കിലും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് ഇതുവരെയായിട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാൽ ഞാൻ ചെയ്യും, ഇതിൽ ഞാൻ കൊറിയോഗ്രാഫി ചെയ്യും എന്ന് പറഞ്ഞ അങ്ങനെ ഒരു പാട്ട് എനിക്കുണ്ട്. വേഗം പറയും. കമലഹാസന്റെ ആ സിനിമയുടെ പേര് എനിക്കറിയില്ല. ഉന്നയിക്കാനാൻ വിശ്വരൂപം. വിശ്വരൂപത്തിലെ അത് ഒരു പാട്ട് പാടും. உன்னை காணாது நான் இன்று நான் இல்லையே, விதையில்லாமல் வேறில்லையே, நிதம் காண்கின்றவா கூட நிஜமல்ல, இதம் சேர்த்தும் கனா கூட சுகமல்ல, நீ இல்லாமல் நான் இல்லையே, உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் ഗമപനിസാനി അതിന് ബാക്കി സോറി ഇത്രയും പാടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അതെ, ശരിക്കും അതെങ്ങനെ ഇവിടെ നിൽക്കുമ്പോ കേട്ടിട്ടില്ല. അങ്ങനെയല്ല, അത് ഉള്ളിലുള്ള കഴിവുകളൊക്കെ നമ്മൾ പുറത്ത് കൊണ്ടുവരണ്ടേ. പറയാ അല്ലേ, നല്ല നല്ല. ഇനി ആർക്കെങ്കിലും പാട്ട് പാടാൻ? അശ്വതി പാട്ടുകാരിയാണ്. ശരി. അറിയാം അശ്വതി പാടും. ചോട്ട് നന്നായിട്ട് പാടും. അത് എവിടുന്ന്? അന്നൊരു കാര്യം ചെയ്യൂ, അതെ നമുക്ക് ഗ്രൂപ്പ് എല്ലാവർക്കും അത് എല്ലാരും കൂടെ ഒന്ന് പഠിക്കൂ. അയ്യോ ഇല്ല, ഞാൻ എന്തായാലും പാടില്ല. എന്റെ അടുത്ത് പാടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ. ഇല്ല പാടില്ല. അല്ല, എന്നാ എന്റെ അടുത്തേക്ക് വന്ന എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് എപ്പോഴും എന്റെ അടുത്ത് പറയാറുണ്ട്, ഡാൻസ് കളിച്ചാൽ മതി, പാട്ട് നമ്മളൊക്കെ ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നവരാണ്. എല്ലാരും ഒന്നിച്ച് പാടുന്നു കേട്ടോ. അവസാനം മേഘം പൂം കൊണ്ട് പൂജയ്ക്കായി ക്ഷേത്രത്തിൽ പോരുമ്പോൾ പൂങ്കാറ്റിൻ സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ. നൈസ്. പാട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഡാൻസിൽ മാത്രം ഒതുങ്ങിയിരിക്കരുത്, പാട്ടിലേക്കൊക്കെ വരൂ, പാടി തുടങ്ങൂ. ഞാൻ ആക്ച്വലി ഒരു 9 years പാട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. പക്ഷെ പാട്ടിലേക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാട്ട് വഴി പോയില്ല, ഡാൻസ് വഴി പോയി. ഇതൊക്കെ കഴിവുകളായി. അതാ നിങ്ങൾ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നത് കൊണ്ടാണ്. വയ്യ. ഒരു അവസരം തരൂ. ഇനിയും വേണോ? പാടിക്കോളൂ. അതെ, ഈ ഒരുങ്ങി വന്നതിന്റെ ആ സമയം നമുക്ക് ലാഭിക്കണമല്ലോ. അവിടെ പറഞ്ഞോളൂ. എനിക്കിങ്ങനെ ക്ലാസിക്കലിലോട്ട്, കാരണം ഇവരെല്ലാരും ക്ലാസിക്കൽ പാട്ട് കേൾക്കുമ്പോ തന്നെ ചോട്ടുമൊക്കെ സ്റ്റെപ്പ് ഇട്ട് അങ്ങ് തീർക്കും പാട്ട്, അല്ലെങ്കിൽ തലേദിവസം തന്നെ സ്റ്റെപ്പ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും ചോട്ട് വരുന്നത്. എനിക്ക് ആ സ്പീഡിലൊക്കെ വലിയ താല്പര്യം. പക്ഷെ ബോളിവുഡ് സോങ് അടിച്ചുപൊളി പാട്ടൊക്കെ ഫ്രീസ്റ്റൈലൊക്കെ പറഞ്ഞ ഇപ്പൊ ക്യാമറ കണ്ടല്ലോ സ്റ്റെപ്പ് വരുള്ളൂ. ആ സ്ത്രീ ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം കളിക്കുന്നത്. അതെ അതെ, പെട്ടെന്ന് മറന്നു ടക് ടക് എന്ന് പറഞ്ഞു വരും. അരങ്ങയുടെ ബുദ്ധിയാ. അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്റ്റൈലും മറ്റേ കണ്ടംപററി അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഇഷ്ടം. കണ്ടംപററി പക്ഷെ മറ്റേ ഭയങ്കര എക്സ്ട്രീം കണ്ടംപററി അല്ല, ഒരു നോർമൽ. ക്ലാസിക്കലൊക്കെ പറഞ്ഞു കൊടുത്താ ഇങ്ങനെ പിടിച്ചെടുത്ത് കളിക്കും. പിടിച്ചെടുത്ത് കളിക്കുന്നൊക്കെ ആയിക്കോട്ടെ. എന്നോട് ഇപ്പൊ ക്ലാസിക്കലി ട്രെയിൻഡ് ആന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ ക്ലാസിക്കൽ അല്ലാതെ ഇപ്പൊ ലൈക്ക് എന്തെങ്കിലും മനസ്സിലുണ്ടോ വേറെ ഒരു ഡാൻസ് ഫോമില് ട്രെയിൻ ചെയ്താൽ കൊള്ളാം എന്നുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പ്രൊഫഷണലി പഠിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഡാൻസ് ഫോം ഉണ്ടോ? എനിക്കുണ്ട്. പറഞ്ഞോളൂ. എനിക്ക് ബെല്ലി ഡാൻസ് പഠിക്കണമെന്നുണ്ട്, പക്ഷെ നൈസ്. ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല ഫ്ലോപ്പ് ആയിരുന്നു. അല്ല, ഞാൻ സ്വയം വീഡിയോ ഒക്കെ കണ്ട് ശ്രമിക്കാറുണ്ട്, പക്ഷെ നടക്കില്ല. എനിക്ക് കഥക്ക് താല്പര്യമുണ്ട്. കഥക്ക് ചെയ്ത് കഥക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ഡാൻസ്. കഥക്കും ഹിപ്പ് ഹോപ്പ് ഒക്കെ ട്രൈ ചെയ്താൽ കൊള്ളാം എന്നാണ്. കാരണം അതാണ് ഒട്ടും നമ്മുടെ ഇടയിൽ കളിക്കാത്തൊരു സംഭവം. അത് പഠിച്ചാൽ കൊള്ളാം എന്നാണ്. അവിടെ ഉത്തരം പറഞ്ഞില്ല.
എനിക്കും ഫ്രീ സ്റ്റൈൽസ് ഇഷ്ടമാണ്. ട്രൈ ചെയ്യാൻ ഇഷ്ടമാണ്. ബോഡിയിൽ വരുമോ എന്ന് എനിക്കറിയില്ല, ബട്ട് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ട്രൈ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ വെച്ചാൽ പണ്ട് നാട്ടിലൊരു ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഐ മീൻ ലൈക്ക് നമ്മളൊരു ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോഴത്തേനും ഒരു കൊറിയോഗ്രാഫർ വന്ന് നമ്മളെ പഠിപ്പിച്ച് അങ്ങനത്തെ രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഡ്രാഫ്റ്റ് ഉണ്ട്, ഉണ്ടാവില്ലേ? ഇല്ലേ? അല്ല, ഷൂട്ടിംഗ് കാണണോ ഞങ്ങള്? വേണ്ട, അത് എനിക്ക് അടി കിട്ടും. അതെ, പറഞ്ഞതിനുള്ളത് തന്നെ എനിക്ക് കിട്ടാനുണ്ട് ചാൻസ്. പക്ഷേ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ലെവിറ്റേറ്റിന് വേണ്ടിയിട്ട് ഡാൻസ് വർക്ക്ഷോപ്പ് ചെയ്തു. നിങ്ങൾ ത്രയംബകയുടെ ഡാൻസ് വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ടോ? ത്രയംബകയുടെ ഡാൻസ് വി ആർ ഓപ്പൺ ടു ഇറ്റ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ നമ്മള് കൊറിയോ ചെയ്ത പീസുകള് കുറെ ഉണ്ട്, ബട്ട് നമ്മളത് പബ്ലിക്കിലേക്ക് എത്തിച്ചിട്ടില്ല. അതാണ് ലൈക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമ്മൾ ഓരോ പ്രോഗ്രാംസ് അല്ലെ ഇവന്റ്സ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ അതിനു വേണ്ടി കൊറിയോ ചെയ്ത് ആ ഇവന്റോടെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് പരിപാടിക്ക് ആ സ്റ്റെപ്പ് ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വീഡിയോ നോക്കി പോകേണ്ട അവസ്ഥയായിരുന്നു. അതെ, അപ്പൊ നമ്മളിങ്ങനെ ഒരു ലൈക്ക് നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് ഇപ്പം കാണുന്നവർക്ക് ചിലപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ഇത് പഠിച്ചാൽ നല്ലതായിരിക്കില്ലേ, ലൈക്ക് അവർക്ക് കണ്ടു പഠിക്കുന്നതിൽ നല്ലത് നമ്മുടെ അടുത്ത് ചോദിച്ച് പഠിക്കുന്നതും ലൈക്ക് അതൊരു ഓപ്ഷൻ ആണല്ലോ. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു വർക്ക്ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ, നമ്മൾ ഇത്രയൊക്കെ ചെയ്ത കൊറിയോ ലൈക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാലോ നമുക്ക്. ആക്ച്വലി പിന്നെ വേറൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരു സ്ഥലത്ത് ചെയ്ത കൊറിയോ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല ഒരു ഡാൻസ് തന്നെ. അതാണ് നമുക്ക് കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരുന്നത്. അതൊരു നഗ്നമായ സത്യമാണ്. അല്ല, അത് നല്ലതല്ലേ? നിങ്ങളുടെ ടീം ആ ഒരു യുണീക്നെസ് എല്ലാ പരിപാടിക്ക് കൊണ്ടുവരുന്നുണ്ടല്ലോ, പക്ഷെ എഫേർട്ട് കൂടുതലാണ്. ഒന്നേന്ന് പഠിക്കണം. മറ്റേതാണെങ്കിൽ വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പൊടിതട്ടി എടുത്താൽ മതി. അത് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാക്കും നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ബട്ട് ഈ പറഞ്ഞ പോലെ നമ്മള് അതെ, അവർക്ക് അവരുടെ ഇപ്പൊ പ്രോഗ്രാം തരുന്ന ആൾക്കാരുടെ ഒരു ഇതാണെങ്കിലും ഇവിടെ നിന്ന് ചെയ്തത് ഇവിടെ ചെയ്യരുത്, അവർക്കും അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമ്മള് അത് നമുക്ക് ചില സാധനങ്ങൾ പോലും എടുക്കാൻ പറ്റില്ല. ചിലപ്പോ നമ്മളതങ്ങ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്യുന്ന പോലെ അതങ്ങ് പോകും. പിന്നെ നമ്മൾ തന്നെ നമുക്ക് റീൽസ് ചെയ്യണം എന്ന് ചില പോർഷൻസ് ഒക്കെ നമ്മൾ കളിച്ചതിൽ ചിലത് റീൽസ് ചെയ്യണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്നാലത് നമുക്ക് അതെടുക്കാൻ പറ്റാറില്ല മിക്കപ്പോഴും. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കും അത് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് ഒരു ഫുൾ ലെങ്ത് വീഡിയോ ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വെക്കും. ചിലപ്പോഴൊക്കെ ഇടയ്ക്കുന്നൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാരും ഒരുമിച്ച് കിട്ടാത്തതിന്റെ ഭാഗമായി അതിങ്ങനെ